ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്നൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ചെറിയ നെയ്മീനാണ്. മീൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള ചീനിമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് പുളിയുടെ ഇല, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കണില്ല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഇതാ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മീനിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ മീൻ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ മീനിൻ്റെ മസാലയ്ക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. മീനെല്ലാം ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇടണം. ഇപ്പം മീനിൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ പുളിയുടെ ഇല ചേർത്തുകൊണ്ട് ഈ മീനിലെ മസാലയ്ക്ക് കുറച്ചൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ട്. മീൻ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻ പൊരിച്ചത് ഇവിടെ റെഡിയായി. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് മീൻ പൊരിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ഓരോന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. മിക്കവാറും അതെല്ലാം സക്സസ് ആയി വരാറുണ്ട്. ഈ മീൻ പൊരിച്ചത് അടിപൊളി ടേസ്റ്റാണ്. ആ കാന്താരി മുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒരു എരിവും, അതുപോലെ തന്നെ ആ പുളിയുടെ ഇലയുടെ ഒരു ലൈറ്റ് പുളിയും എല്ലാം കൂടി ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ്. ഏത് മീനിൽ വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം. മത്തിയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.